അടുത്ത നമ്മുടെ program to check whether the given string is palindrome or not. Palindrome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ് നമ്മുടെ മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ MALAYALAM ലെഫ്റ്റ് ടു റൈറ്റ് വായിച്ചു കഴിഞ്ഞാലും റൈറ്റ് ടു ലെഫ്റ്റ് വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരേ രീതി വായിക്കാൻ വേണ്ടി പറ്റണം. മലയാളം എന്ന് ഇടത്തുനിന്ന് വലത്തേക്ക് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തേക്ക് വായിച്ചു കഴിഞ്ഞാലും മലയാളം എന്ന് തന്നെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ. അതിന് പാലിൻഡ്രോമിന് എക്സാമ്പിളായ മറ്റ് സ്ട്രിങ്ങുകളാണ് LOL, SAS. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് LOL തന്നെ വായിക്കും, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് LOL തന്നെ വായിക്കും. SAS അതുപോലെ തന്നെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് SAS തന്നെ വായിക്കും, റൈറ്റ് ടു ലെഫ്റ്റ് SAS തന്നെ വായിക്കും. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ആ സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് explain ചെയ്യുന്നത്. Before that, when you input a string, how it will be stored in a computer. കമ്പ്യൂട്ടറിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളം എന്ന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതെങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്ട്രിങ് അറേ ആയിട്ടാണ്. സ്ട്രിങ് അറേ എന്ന് പറയും. ഓരോ ക്യാരക്ടർ ഓരോ സെല്ലിൽ നമ്മളിപ്പോൾ STR എന്ന പേരുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത സ്പേസ് ഉള്ള അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അലോക്കേഷൻ, അതായത് തുടർച്ചയായ മെമ്മറി സെല്ലുകളായിരിക്കും ഓരോ ക്യാരക്ടറിന് അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ ആദ്യം ഓരോ സീറോത്ത് ഇൻഡെക്സിൽ സീറോത്ത് ഇൻഡെക്സിൽ M എന്നുള്ള ക്യാരക്ടർ, വൺത്ത് ഇൻഡെക്സിൽ A എന്നുള്ള ക്യാരക്ടർ, സെക്കൻഡ് ഇൻഡെക്സിൽ L, അങ്ങനെ കണ്ടിന്യൂസ് 8 ഇൻഡെക്സ് വരെ ഉണ്ടാവും. മലയാളം എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് യൂസർ ഇൻപുട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ 8 സെല്ലുകളിൽ നമ്മുടെ ആ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ രീതിയിലാണ്. അപ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യണം വിത്ത് ആഡിക്വേറ്റ് സൈസ്. ഹിയർ നമ്മൾ STR എന്നുള്ള പേരിലാണ് സ്ട്രിങ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗിവൺ സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആ സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടറായിട്ട് എടുക്കുക. ഓരോ ക്യാരക്ടർ എടുത്ത് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രിങ്ങിനെ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ഓരോ ഇൻഡെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ I എന്നുള്ള ഒരു വേരിയബിൾ, ആ വേരിയബിൾ മൂവ് ചെയ്യുന്നത് 0 to 8, 0 to എത്രയാണ് ആ സ്ട്രിങ്ങിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ സൈസ് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് 8 ആണല്ലേ, ഓഫ് STR equal to 8 പെർട്ടിക്കുലർ എക്സാമ്പിളിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ജനറൽ ആയിട്ടുള്ള കേസിൽ എഴുതണം. ഇവിടെ നമ്മൾ മലയാളം എന്നുള്ള ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രിങ്ങിൻ്റെ സൈസ് 8 ആണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ സൈസ് 8 ആണ്. അപ്പോൾ I മൂവ് ചെയ്യുന്നത് ഫ്രം 0th ഇൻഡെക്സ് ടു 8th ഇൻഡെക്സ്. സോറി, ഇവിടെ സ്ട്രിങ്ങിൻ്റെ സൈസ് 9 ആണ് വരിക. വി ആർ കൗണ്ടിങ് ഫ്രം 0 മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ CPP എവറി സ്ട്രിങ് എൻഡ്സ് വിത്ത് /0 ക്യാരക്ടർ. /0 കൂടെ ലാസ്റ്റ് എൻഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ മൊത്തം സ്ട്രിങ്ങിൻ്റെ സൈസ് 9 ആണ്. 0 to 8 ക്യാരക്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇൻഡെക്സ് പൊസിഷൻ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യാൻ നമ്മൾ I എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് സ്കാൻ ചെയ്യാൻ Jൻ്റെ വാല്യൂ ഫ്രം 8, Jൻ്റെ വാല്യൂ കുറഞ്ഞു വരും. 8 മുതൽ 0 വരെ പോകും. അതിൻ്റെ വാല്യൂ 0 മുതൽ കൂടി പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യലി M-ഉം ഫസ്റ്റ് ക്യാരക്ടറും സെക്കൻഡ് ക്യാരക്ടറും സെലക്ട് ചെയ്യുന്നു. അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. STR of I നോട്ട് ഈക്വൽ ടു STR of J ആണെങ്കിൽ സ്ട്രിങ് പാലിൻഡ്രോം അല്ല. ആ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിനുശേഷം അടുത്ത I ഒരു 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. അതിൻ്റെ ഇൻഡെക്സ് 0 നിന്ന് 1 ആവും. J 1 വെച്ച് ഡിക്രിമെൻ്റ് ചെയ്യും, 1 വെച്ച് കുറയും. കിട്ടുന്ന Aയും Aയും തുല്യമാണോ തുല്യമല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് L A അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വൺ സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി റിപ്പീറ്റേറ്റീവായി ചെയ്യും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഡാറ്റ നമ്മൾ കൺട്രോൾ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇനീഷ്യലി ഇൻപുട്ട് ചെയ്ത സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ str എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് വേരിയബിൾ, ഒരു ക്യാരക്ടർ array, പിന്നെ ഇൻറ്റിജർ വേരിയബിൾ ആയിട്ട് iയും jയും, പിന്നെ സ്ട്രിങ്ങിന്റെ സൈസ് കാണാൻ നമ്മൾ strlen എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ, സൈസ് സ്റ്റോർ ചെയ്യാൻ ഒരു len മറ്റും പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ. ഇത്രയും വേരിയബിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Now let's see the program. ഈ പ്രോഗ്രാം എങ്ങനെ എഴുതുന്നത് കാണാം. Now we have to write the program to check whether a given string is palindrome or not. നേരത്തെ പോലെ തന്നെ ടർബോ C++ IDE-യിലാണ് നമ്മൾ ചെയ്യുന്നത്. ടർബോ C കമ്പയറാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IDE ഓപ്പൺ ആയി വരും. അതിൽ ഫയലിൽ നമ്മൾ ന്യൂ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പേര് കൊടുക്കുന്നു. noname01.cpp എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള പ്രോഗ്രാമിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നു. അവിടെ പാലിൻഡ്രോം കൊടുക്കും. അത് കണ്ട പോലെ തന്നെ നമ്മൾ ഹെഡർ ഫയൽസ് ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു. include stdio.h include stdio അല്ല iostream.h. നമ്മൾ C++ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ആണ്, ഹെഡർ ഫയലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. stream.h get ch clr scr തുടങ്ങിയ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ conio.h. നെക്സ്റ്റ് നമ്മൾ സ്ട്രിംഗ് റിലേറ്റഡ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ include cstring.h. നമ്മുടെ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷൻ ഇനിഷ്യലി സ്റ്റാർട്ടിങ് നമുക്ക് എഴുതാം. കമന്റ് ആയിട്ട് നമ്മൾ ചെയ്യും. /star start with /star or end with */. അങ്ങനെയാണ് നമ്മൾ കമന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. മെയിനായിട്ട് program will start from main function. You have to define main function. For every C++ program, you have to define the main function. Wait a minute. Main function ഉള്ളിലായിരിക്കണം നമ്മൾ കോഡ് മൊത്തം മുഴുവനായിട്ട് എഴുതേണ്ടത്. നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് ചെയ്യാനുള്ള സ്ട്രിങ് user have to input the string. We have to find whether it is palindrome or not should be inputted by the user. So string store ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ക്യാരക്ടർ array. String is nothing but a character array. ഞാൻ ആ സ്ട്രിങ്ങിന് പേര് കൊടുക്കുന്നത് str എന്നാണ്. adequate size up to 20 വരെ ഒരു ഇനീഷ്യൽ സൈസ് കൊടുക്കുന്നു. നമ്മുടെ ഒന്ന് രണ്ട് ഇൻറ്റിജർ വേരിയബിൾസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ഒന്ന് ഇൻഡെക്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി I എന്നുള്ള വേരിയബിൾ, ഇൻഡെക്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി J എന്നുള്ള വേരിയബിൾ, പിന്നെ സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് കാണാൻ വേണ്ടി len എന്നുള്ള വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. കൂടാതെ കണ്ട് ഒരു ഫ്ലാഗ് നമ്മൾ പാലിൻഡ്രോം ആണെങ്കിൽ 1 എന്നും പാലിൻഡ്രോം അല്ലെങ്കിൽ 0 എന്നും സെറ്റ് ആവും. ആ ഫ്ലാഗ് is nothing but an on off variable. ഫ്ലാഗ് 1 0 ആകും. ഫ്ലാഗ് 1 ആണെങ്കിൽ പാലിൻഡ്രോം, അല്ലെങ്കിൽ പാലിൻഡ്രോം അല്ല. ആ രീതിയിലാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് cout enter the string.
cin a string യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത് str എന്ന് പറഞ്ഞ ക്യാരക്ടർ അറേയിൽ. നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. ഫോർ ലൂപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഫോർ ലൂപ്പ് മൂവ് ചെയ്യേണ്ടത് ഫ്രം ഫോർ ലൂപ്പിൽ രണ്ട് വേരിയബിൾ, രണ്ട് ഐ എന്നുള്ളത് വേരിയബിൾ നമ്മൾ 0 to അപ് ടു ലെങ്ത് ഓഫ് ദ സ്ട്രിങ് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ജെ എന്നുള്ള വേരിയബിൾ ഫ്രം ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ടു 0 വരെ മൂവ് ചെയ്യും. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ ആദ്യം ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കാണാൻ വേണ്ടി len ഈക്വൽ ടു നമ്മൾ സി സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ നമ്മൾ strlen എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ str ആർഗ്യുമെൻ്റായി പാസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഇൻപുട്ട് ചെയ്ത str എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടും. അത് len എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് len എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ഫോർ ലൂപ്പിൽ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ഐ എന്നുള്ള വേരിയബിൾ സ്റ്റാർട്ട് ഫ്രം 0. ഓക്കെ, ജെ എന്നുള്ള വേരിയബിൾ സ്റ്റാർട്ട് ഫ്രം len -1 എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അപ്പോൾ strlen ഫംഗ്ഷൻ will return the length of the string. So if width length will be returned as 6, but we know that index will be from 0 to 5. So ആ ഇൻഡെക്സ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് len -1 എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് വിൽ ബി 5. 0 സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് വിൽ ബി 0 ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് വിൽ ബി 5 ആൻഡ് therefore the len will be 6. അപ്പോൾ അതുകൊണ്ടാണ് len -1 ജെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡിങ് കണ്ടീഷൻ വിൽ ബി ഏതെങ്കിലും ഒന്ന് ജെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു len -1 എന്ന് കൊടുക്കാം, ഐ ലെസ് ദാൻ len എന്ന് കൊടുക്കാം, ജെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ദി ഇൻഡിവിജ്വൽ. സോ ഞാനിവിടെ യൂസ് ചെയ്തത് ജെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. Then both I and j should be updated. I will be updated by ++. I will be incremented. J will be decremented. Since I is moving from left to right, j is moving from right to left. ഫോർ ലൂപ്പിനുള്ളിൽ നമ്മൾ ഓരോ ക്യാരക്ടർ എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു. ഇഫ് str I not equal to str പാലിൻഡ്രോം അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും എടുക്കുന്നു, അത് ചെക്ക് ചെയ്യുന്നു. അത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, അത് തുല്യമല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം സ്ട്രിങ് ഈസ് നോട്ട് പാലിൻഡ്രോം. സോ അന്നേരം ഫ്ലാഗ് നമ്മൾ 0 ആക്കുന്നു. ഫ്ലാഗ് 1 ആണെങ്കിൽ പാലിൻഡ്രോം ആണെന്നുള്ള അസംഷനാണ് പ്രോഗ്രാമിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലാഗ് 0 ആക്കുന്നു. ലൂപ്പ് എക്സിറ്റ് ചെയ്യാം. പിന്നെ ചെക്ക് ചെയ്യേണ്ട കഴിഞ്ഞാൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യാം, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇഫ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇഫ് നേരത്തെ സെറ്റ് ചെയ്ത ഫ്ലാഗ് ഇരിക്കുക, ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിൽ cout string is palindrome. അതായത് ഈ കണ്ടീഷൻ, നേരത്തെ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എപ്പോഴും ഫോൾസ് ആയിരിക്കും. രണ്ട് സ്ട്രിങ് ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടർ എടുക്കുന്നു. ക്യാരക്ടർ തുല്യമാണെങ്കിൽ ഒരിക്കലും തന്നെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഫ്ലാഗ് 1 ആയിട്ട് തന്നെ നിലനിൽക്കും. ഒരിക്കലും ഫ്ലാഗ് 0 ആവില്ല. ഇഫിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ഇഫ് ഓൾവേസ് വിൽ ബി ഫോൾസ്.
അപ്പോൾ ആ കേസിൽ string will be palindrome. Palindrome. അല്ലെങ്കിൽ അടുത്ത കേസിൽ അതായത് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയി, നമ്മുടെ ലൂപ്പിൽ ഒരു പ്രാവശ്യം ഒരു ക്യാരക്ടറെങ്കിലും തുല്യമല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലാഗ് ഇഫ് കണ്ടീഷൻ ട്രൂ ആവുകയും കണ്ടീഷൻ്റെ ബോഡി കൊടുത്തിരിക്കുന്ന ഫ്ലാഗ് 0 ആയിട്ട് റീസെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്ട്രിങ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്ട്രിങ് പാലിൻഡ്രോം ആണെന്ന്, പാലിൻഡ്രോം അല്ലെന്ന് പറയും. ഓക്കെ, നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള CLR എന്ന് പറഞ്ഞ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതുപോലെ പ്രോഗ്രാം ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്താൽ മാത്രം എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഗെറ്റ് CH പ്രോഗ്രാം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് CH എന്ന് പറഞ്ഞ് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്യും. സേവ് ചെയ്യാം. ലെറ്റ്സ് കമ്പൈൽ. രണ്ട് എറർ വന്നിട്ടുണ്ട്, നോക്കാം. string.h just string.h കൊടുത്ത് നോക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ കമ്പയർ ഹെഡർ ഫയലിൻ്റെ നെയിമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ string.h യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്